വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് കുറച്ച് ഫ്രാഷൻ ഫുഡ് കിട്ടുന്നത് കണ്ടോ. അപ്പോൾ ശുദ്ധമായിട്ട് ഈ സമയത്ത് കിട്ടുന്നത്. അപ്പോൾ ആ സാധനം കിട്ടിയാൽ നമ്മൾ ചെറിയ സാധനം ഉണ്ടാക്കാൻ പോവാണ്. ചെയ്ത് നോക്കാം, ക്ലിക്കാകുമെന്ന് അറിയില്ല. ചെയ്ത് നോക്കുകയാണ്. ഫ്രാഷൻ ഫുഡ് വെച്ചിട്ട് മറ്റു തരത്തിലൊന്നും അതിന് മധുരമോ മറ്റു സാധനം ഒന്നും ചേർക്കാതെ ഇതിനെ എങ്ങനെ സംസ്കരിച്ചെടുക്കാമെന്ന് നോക്കുകയാണ്. അപ്പോൾ ട്രൈ ആണ്, ചെയ്ത് നോക്കാം എന്താ ചെയ്യാൻ പറ്റുക നോക്കട്ടെ. ഇതിനെ ജ്യൂസ് അടിച്ചെടുക്കണം, ഇതിൻ്റെ നീരെടുക്കണം. അതിൻ്റെ എല്ലാ സത്തുകളോട് കൂടിയുള്ള നീരെടുത്ത് നമുക്കതിനൊന്ന് ചെയ്ത് നോക്കാം. എന്താ ചെയ്യുക, എന്ത് ആയി കിട്ടും നോക്കാം. പരീക്ഷണമാണ്. ഓക്കെ, ജയിക്കുകയാണെങ്കിൽ റെസിപ്പി ഒന്നുമില്ല, നോർമലി ഇത് ചെയ്യാൻ ഇത്രേ ഉള്ളൂ. ഇത് സംസ്കരിച്ചെടുക്കുന്ന രീതിയാണ്, ചെയ്ത് നോക്കാം. ഉണ്ടാക്കാൻ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിലിട്ട് അടിച്ച് തന്നെ എല്ലാം കൂട്ടി അടിക്കുന്നതാണ്. പിന്നെ അല്ലാണ്ട് ഇതിൻ്റെ കുഴുക്കൾ മാറ്റി അങ്ങനെയല്ല, ഇതിനെ മൊത്തത്തിൽ അടിച്ചെടുക്കണം സാർ. അതിൻ്റെ സെറ്റ് മൊത്തം എടുക്കാൻ വേണ്ടി അടിച്ചെടുത്തിട്ട് അതിനെ മിക്സിലിട്ട് അടിച്ചു. ഒരു തുണിയെടുത്ത് അരിച്ചെടുത്തതാണ്. നമുക്കിതൊന്ന് ഹീറ്റ് ചെയ്തെടുക്കണം. ജലാംശം പരമാവധി കുറയുന്നതനുസരിച്ച് നമുക്ക് അത് ഇതാക്കിയെടുക്കാം. കാരണം യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും, വൃത്തിയായിട്ട് നിൽക്കും, കുറേ ഈട് നിൽക്കുകയൊക്കെ ചെയ്യും. നമ്മളിതിലേക്ക് പ്രത്യേകിച്ചൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ഇതിനകത്ത് ഹീറ്റ് ചെയ്തെടുക്കുക. നല്ലോണം ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിനത് അറ്റ്ലീസ്റ്റ് അത് കുറേ കിട്ടും. അപ്പോൾ അത് നമ്മൾ ചെയ്ത് വെക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കാം നമുക്ക്. പിന്നെ ഇതൊന്ന് ഹീറ്റ് ചെയ്യാൻ വെക്കട്ടെ. ഒന്ന് ചൂടാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിക്കുമ്പോൾ അത് പരമാവധി ജലാംശം പോകുമ്പോൾ തിളച്ച് വരുന്നുണ്ട്. അത് കുറച്ച് കൊടുക്കുക. തിളച്ച് നല്ലോണം പൊന്തി വരും. അപ്പോൾ പെട്ടെന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് അതിനെ ശരിക്കും ഒന്നും കൂടി കുറുക്കിയെടുക്കണം. നമ്മത്തെ ക്ലിയർ ആവുള്ളൂ കേട്ടോ. നമ്മളത് അറിയില്ലായിരുന്നു, പെട്ടെന്ന് അത് പൊന്തി വന്നു പോയി. ഇളക്കി കുറുക്കിയെടുക്കുക. അതേസമയം വെക്കണം, ഒരു 10-15 മിനിറ്റോളം അതിനെ ശരിക്കും തിളപ്പിച്ചെടുത്തിട്ട് നമ്മൾ തന്നെ ഇറക്കി വെക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് ഹീറ്റാക്കിയിട്ട് മതി. ജലാംശം ഒഴിവാക്കുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. പരമാവധി ഹീറ്റ് അയക്കുക, എന്നിട്ട് തന്നെ ഇറക്കി വയ്ക്കുക. ഒരു 5-10 മിനിറ്റിനും കൂടി വെക്കുന്നുണ്ട്. വെച്ച് കഴിഞ്ഞിട്ട് വേണം ഇറക്കി വെക്കാൻ വേണ്ടി. നേരത്തെ ചൂടാക്കി ഹീറ്റ് ചെയ്തെടുത്ത ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പാണിത്. ഇതിപ്പോൾ ഞാൻ ഒരു കുപ്പിയിലാക്കിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് അതിലേക്ക് വെള്ളം കൂട്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സർബത്ത്, ഇതിൻ്റെ ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പാണിത്. നമുക്കത് ടെസ്റ്റ് ചെയ്യണം, എന്ത് നോക്കണം. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് തന്നെ 4 ദിവസത്തോളമായി. നിങ്ങളോട് പറയാൻ മുമ്പ് നമ്മളൊന്ന് ചെക്ക് ചെയ്യണമല്ലോ എന്ന് ഓർത്ത് നമ്മൾ വെച്ച് നോക്കിയാണ്. നമുക്ക് ഒഴിച്ച് നോക്കാം എന്നുണ്ടെന്ന്. നമ്മൾ ജസ്റ്റ് ഉപ്പിട്ടാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്, മധുരം ഇടുന്നില്ല. ഉപ്പിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ഇത് പറയാം. അപ്പോൾ ഞാനൊന്ന് ഇത് ഒഴിച്ച് സെറ്റ് ചെയ്യട്ടെ. അതിനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ലേശം ഒഴിക്കുകയാണ്. അതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർക്കാം. ലേശം ഉപ്പിടുകയാണ്. അത് ഉപ്പിടുന്നില്ല, നമ്മൾ ലേശം ഉപ്പിട്ടിട്ട് ടേസ്റ്റ് നോക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഇതിൻ്റെ സർബത്ത് ഇതാണ്. നമ്മൾ കഴിച്ച് നോക്കാം. സൂപ്പറായിട്ടുണ്ട്. ഉപ്പാണിട്ടത്, മധുരമല്ല. അപ്പം അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും.
ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഫ്ലാഷൻ ഫ്രൂട്ട് കഴിച്ച മാതിരി തന്നെ തോന്നുന്നുണ്ട്. നല്ലൊരു ഉന്മേഷം കിട്ടി. ഞാനിപ്പോൾ യാത്ര ചെയ്ത് വന്നിട്ടുള്ളൂ. നല്ല ഉന്മേഷമാണ്. പരമാവധി എല്ലാവരും ഈ റെസിപ്പി ചെയ്ത് നോക്കുക. റെസിപ്പി ഒന്നുമില്ല, ജസ്റ്റ് ഫ്ലാഷൻ ഫ്രൂട്ട് പറിക്കുന്നു. നമ്മളതിനെ ക്ലീൻ ചെയ്തെടുത്ത് അതിനെ ഫുള്ളായിട്ട് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ മിക്സിലിട്ട് അടിച്ച് അതിന് നീരെടുക്കുന്നു. നീരെടുത്ത ശേഷം നമ്മൾ അതിനെ എന്താ പറയുക, ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് പിന്നെ അതിനെ ലോ ഫ്ലെയിമിലിട്ട് കുറച്ചൊരു 5-10 മിനിറ്റ് നമ്മൾ ഇതിനെ വെച്ച് കുറുക്കിയെടുത്ത് വെള്ളമൊന്നുമില്ലാത്ത ക്ലീനാക്കിയ ഒരു കുപ്പിയിൽ അടച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കാലകാലം ഉപയോഗിക്കാവുന്നതാണ്. വേറെ മറ്റുള്ള ഒരു തരത്തിലുള്ള പദാർത്ഥങ്ങളൊന്നും ചേർക്കാതെ, ഇപ്പം നമ്മളതിന് ഒന്നും ചേർത്തിട്ടില്ല. അറ്റ്ലീസ്റ്റ് എണ്ണയോ അല്ലെങ്കിൽ ചിലർ പഞ്ചസാര ചേർത്തിട്ട് ഇതാക്കിയിട്ട് വെക്കും. പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ ചെയ്തില്ല. ഒന്നുമില്ല, തനി ഫ്ലാഷൻ ഫ്രൂട്ടിൻ്റെ നീരെടുത്തിട്ട് മാത്രം ചെയ്ത പരിപാടിയാണ്. ടെസ്റ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.